കൂട്ടുകാരെ, നമ്മുടെ കണ്ണിനും നമ്മളെ വാക്കിനും നല്ല പവറുണ്ട്. അതായത് അതിഭയങ്കരമായ പവറാണ്. അത് നമ്മളെ കൂട്ടത്തില് നമുക്ക് നാളെടുത്ത് ഞാൻ പറയുന്നില്ല, 3 നാളുകാർക്ക് അതിഭയങ്കരമായ ശക്തിയാണ് ഈ വാക്കിനും കണ്ണിനും. അത് നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മളത് യൂട്യൂബിനകത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏത് നാളുകാരാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാളുകാരെ ഞാൻ എടുത്തു പറഞ്ഞ് ഞാൻ മോശമാക്കുന്നില്ല. അവർക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കാൻ നമ്മൾ കള്ളിപ്പാലകൾ, മുളകൾ, അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്ക് അവര് രാവിലെ എണീറ്റ് അവര് നോക്കുന്ന നോട്ടങ്ങൾ അതിൽ പതിയുകയും അത് തീർച്ചയായിട്ടും തിരിച്ച് പ്രതിഫലിക്കുകയും ചെയ്യും നമ്മൾ അടുത്തോട്ട് വരുന്നത്. നമ്മളൊരു വീട്, പുതിയതായിട്ടൊരു വീട് കെട്ടി ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ മതസ്ഥരും ചെയ്യും. നമ്മളൊരു കുമ്പളങ്ങി കെട്ടി അതിന്റെ ഫ്രണ്ടിൽ അത് ഇടുന്ന എന്തിനാ? നമ്മള് മറ്റുള്ളവർക്കുള്ള നോട്ടം പെട്ടെന്ന് ആ വീട്ടിന് ദോഷങ്ങൾ ഉണ്ടാക്കാതെ ആ കുമ്പളങ്ങിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പം ചില കോലങ്ങൾ കെട്ടിയിടും. അതായത് കണ്ണുദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ചില കോലങ്ങൾ നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിൽ കാര്യങ്ങൾ കെട്ടിയിടും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുദോഷങ്ങൾ ഏക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. നമ്മള് അതായത് എനിക്ക് നേരിട്ട് അനുഭവങ്ങളുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അമ്മ വീട്ടിൽ വന്ന് ഒരു കൊല ഇങ്ങനെ നല്ല രീതിയിൽ വരും. അമ്മ പറഞ്ഞ ആ കൊല കൊള്ളാമല്ലോ, അത് നല്ല ഒരു കൊലയാണല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞതേ ഉള്ളൂ. ആ കൊല വാഴ ഒടിഞ്ഞ് നിലത്ത് വീണു. അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങൾ നിങ്ങളെ അനുഭവത്തിൽ നിങ്ങൾക്ക് കാണും. പക്ഷെ ഇത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അതല്ല വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കേണ്ട. ഇത് യഥാർത്ഥത്തിൽ ഇതുള്ള സംഭവങ്ങളാണ്, അല്ലാതെ കള്ളങ്ങൾ പറയുന്നതല്ല. തീർച്ചയായിട്ടും ഇത് ഉള്ള സംഭവമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ കണ്ണുദോഷങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ വീട്ടിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല കള്ളിപ്പാലകൾ, മുളകൾ, മഞ്ഞമുളകൾ, ഇതുപോലുള്ള ഐറ്റങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൃഷ്ടിദോഷമൊക്കെയും നമുക്ക് നാശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അത് ഏക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും